നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന വിവാദങ്ങളിൽപ്പെട്ടതോടെ പണി കിട്ടിയത് അദ്ദേഹത്തിന്റെ അനുയായികൾക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ വിവാദം ശരിക്കും ക്ഷീണമായിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് വീട് കയറി പ്രചരണം നടത്തുമ്പോൾ പോലും ചോദ്യങ്ങൾ എത്തുന്ന അവസ്ഥയുണ്ട്. ഇതിടെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിലുള്ള രാഹുലിന്റെ അനുയായികളും മത്സര രംഗത്ത് സജീവമാണ്. രാഹുലിനെതിരെ പീഡനവും ഗർഭഛിദ്രവും ആരോപിച്ചുള്ള കേസിന് പിന്നാലെ ഇന്നലെ മറ്റൊരു ആരോപണവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയുടെ പരാതിയിൽ രാഹുലിനെ കൂടാതെ മറ്റൊരു പേര് കൂടി പരാമർശിക്കപ്പെട്ടു. ഫെന്നി നൈനാൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേരാണ് പുറത്തുവന്നത്. അടൂർ നഗരസഭയിലെ പോത്രോട് 8ാം വാർഡ് UDF സ്ഥാനാർത്ഥിയാണ് ഫെന്നി നൈനാൻ. ഇന്നലെ ഉയർന്ന പരാതിയിൽ ഫെന്നിയുടെ പേരും ഉയർന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഫെന്നി. അതേസമയം തനിക്കെതിരെ പരാതിയിൽ ഉയർന്ന കാര്യങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നാണ് ഫെന്നി നൈനാന്റെ വാദം. ഇതിനു മുൻപും മാധ്യമ വാർത്തകൾ നിറഞ്ഞ വ്യക്തിയാണ് ഫെന്നി. യൂത്ത് കോൺഗ്രസിലെ വ്യാജരേഖ കേസുമായും പാലക്കാട് CPMന് നാണക്കേടായി മാറിയ നീലപ്പെട്ടി വിവാദത്തിലും ഉൾപ്പെട്ട വ്യക്തിയാണ് ഫെന്നി. ഇന്നലെ പരാതി ഉയർന്നതിന് പിന്നാലെ ഫെന്നിയെ തേടിയും മാധ്യമങ്ങളെത്തി. പിന്നാലെ ഫെന്നി മുങ്ങി എന്ന വിധത്തിൽ ചില ചാനലുകൾ വാർത്ത നൽകുകയായിരുന്നു. എന്നാൽ ആ സമയം താൻ വീട് കയറി പ്രചരണം നടത്തുകയാണ് ചെയ്തതെന്നാണ് ഫെന്നി പറയുന്നത്. തന്നെ മാധ്യമങ്ങളും ഭരണകക്ഷിയും പോലീസും വേട്ടയാടുകയാണെന്നാണ് ഫെന്നി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തനാണ് ഫെന്നി നൈനാൻ. KSUവിലൂടെ വളർന്ന നേതാവാണ് അദ്ദേഹം. +2 പഠിക്കുമ്പോൾ വീടില്ലാത്ത കുട്ടിക്ക് വീടുണ്ടാക്കി നൽകി. അത്തരത്തിൽ സംഘടനാ പാഠവും തെളിയിച്ചിട്ടുണ്ട് ഫെന്നി. KSU ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കെ ആരോഗ്യമന്ത്രിക്കെതിരെ കറുത്ത മാസ്ക് ധരിച്ച് പ്രതിഷേധിച്ചതോടെ ക്രൂരമായ മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. കോവിഡ് കാലത്തും നിരവധി ആളുകൾക്ക് ഭക്ഷണവും കിറ്റും നൽകിയതിലും ഫെന്നി നൈനാൻ മുൻകൈയെടുത്തു. പോലീസുമായി സഹകരിച്ച് തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാരത്തിന് നേതൃത്വവും നൽകി. ഇത്തരത്തിൽ സജീവമായിരുന്നു ഫെന്നി വിവാദത്തിൽ പെടുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലഘട്ടം. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഫെന്നി വിവാദത്തിൽപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ വിവാദം ഉയർന്നപ്പോൾ അതിലെ പ്രതിസ്ഥാനത്ത് ഉയർന്നതും ഫെന്നിയുടെ പേരാണ്. പിന്നീട് നീലപ്പെട്ടി വിവാദത്തിലും പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ജാമ്യഹർജി തടയാൻ വേണ്ടി ഇന്നലെ രാത്രി കൊണ്ട് സൃഷ്ടിച്ചെടുത്ത തിരക്കഥയാണ് പുതിയ കഥയെന്ന് ഫെന്നി പറയുന്നത്. വ്യക്തിപരമായ വിരോധമാണ് ഇതിന് പിന്നിലെന്നും ഫെന്നി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയപ്പോൾ ഫെന്നിയുടെ വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇതേപോലെ പോലീസ് വീട്ടിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. പോലീസിനെതിരെ കുത്തിയിരിപ്പ് സമരം കഴിഞ്ഞ ദിവസം രാഹുലിനെ അന്വേഷിച്ചെത്തിയ പോലീസ് ഫെന്നിയിലെ അടൂരിലെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അച്ഛൻ നേരത്തെ മരിച്ചുപോയ വീട്ടിൽ ഒറ്റപ്പെട്ടുപോയ അമ്മയെ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും കണ്ടോളാം പൊക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാണ് പോയതെന്നും ഫെന്നി വെളിപ്പെടുത്തുന്നു. പുതിയ പരാതിയെ പൂർണ്ണമായും തള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCCക്ക് ലൈംഗിക പീഡന പരാതി നൽകിയ പരാതിക്കാരിയെ വെല്ലുവിളിച്ച് രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ രംഗത്തും എത്തിയിരുന്നു. വ്യാജ പരാതി എന്ന് ആവർത്തിച്ച ഫെന്നി നൈനാൻ പോലീസ് അന്വേഷിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണെന്നും വെല്ലുവിളിച്ചിട്ടുണ്ട്.